ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ആക്ടിവിറ്റി കലണ്ടർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടിയത് നമ്മുടെ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് പാർട്ടീഷൻ ചെയ്തിരുന്ന പേപ്പറാണ്. അതെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ കട്ടാക്കി എടുത്താലും മതി. അതെടുത്തതിന് ശേഷം 25 പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 25 ഡേയ്സ് ഇവൻ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതെടുത്തിട്ട് കുറച്ച് പേപ്പേഴ്സിൽ ഇതുപോലെ ഡൂഡിൽസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഡൂഡിലൊക്കെ ഞാൻ പിൻട്രസ്റ്റ് നോക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു 5-6 പേപ്പറിൽ ഇതുപോലെ കുറച്ച് ഡൂഡിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പേപ്പേഴ്സിലൊക്കെ ഞാൻ വെറുതെ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഡോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ നമ്പേഴ്സ് എഴുതണം. നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് ചാർട്ടും പിന്നെ ഒരു വൈറ്റ് പേപ്പറും എടുത്തിട്ട് താഴെ പാറ്റേൺ സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഇതായിരുന്നു കേട്ടോ ഇതിൽ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത്. ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഈ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നത് നോക്കി അതൊരു സമയമായി. പിന്നെ നമ്മളിത് ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവസാനത്തത് നമ്മൾ ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്പേഴ്സ് എഴുതി കൊടുക്കണം. നമ്പേഴ്സ് വൈറ്റിൽ ബ്ലാക്കും ബ്ലാക്കിൽ വൈറ്റും വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ ഓരോരോ ആക്ടിവിറ്റീസ് എഴുതണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു ഡയറിയിൽ. ഇനി നമുക്കതൊക്കെ ഇതിലോട്ട് എഴുതി കൊടുക്കാം. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ഡെയിലി റുട്ടീനും നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണൂലേ, അതെല്ലാം വെച്ചിട്ടൊക്കെയാണ് ഞാനിതിൽ ഓരോന്ന് എഴുതി കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. ആദ്യത്തെ ദിവസം മേക്ക് ബിരിയാണി ടുഗദർ, പിന്നെ ഒരു സലൂൺ ഡേ, പിന്നെ ഹോം ഡെക്കറേഷൻ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പിന്നൊരു ഔട്ടിങ്, അങ്ങനെയൊക്കെ. ഞാനിതിൽ എഴുതിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെന്താ, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കെയാണുള്ളത്. പിന്നെ എൻ്റെ മടിയും പിന്നെ തിരക്കും കാരണമൊക്കെ ഇടയ്ക്ക് കുറച്ച് ലേഗായി പോകാറുണ്ട്. ഡിസംബർ 1 ഇടണം എന്ന് വിചാരിച്ച വീഡിയോ ആണ് 4th ആയി. ഇത് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫ്രെയിം ചെയ്യാന്നുള്ളതാണ്. ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റീപ്പറില്ലേ, വുഡ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുക റീപ്പർ എന്ന് തന്നെയാണ് അതിനെ പറയുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എനിക്കൊരു 100 റുപ്പീസിനൊരു ബണ്ടിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കുറേ ചെയ്തു, ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചില്ല. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ പുറത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാനിതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് വുഡൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഹാങ്ങിങ് ഒക്കെ ഞാൻ വെച്ച് എന്തൊക്കെയൊക്കെയോ ഡെക്കറേഷൻസൊക്കെ ചെയ്തു വന്നു. മൊത്തത്തിലൊരു പള്ളിപ്പെരുന്നാളിൻ്റെ ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.